ആദ്യത്തെ ഈ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളിൽ നിന്ന് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഫോം ചെയ്തു. പിന്നീട് എങ്ങനെയാണ് ആദ്യത്തെ ആ ലൈഫിനെ സപ്പോർട്ട് ചെയ്യുന്ന വേറെ മോളിക്യൂളുകൾ ഉണ്ടായത്? സോ അതാണ് അടുത്തത് പറയുന്നത്, ഫസ്റ്റ് സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മെറ്റബോളിക് ക്യാപ്സ്യൂൾ ഓഫ് ലൈഫ്. സോ ലൈഫ് ഫോം ചെയ്യുന്നതിന് ആദ്യം സ്റ്റാർട്ട് ചെയ്തത് ഇതുപോലത്തെ ക്യാപ്സ്യൂൾ ലൈക്ക് ലൈഫ് ഫോംസുകളാണ്. ആദ്യമായി സ്വയം റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള മെറ്റബോളിക് ക്യാപ്സ്യൂളുകളാണ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്യാനുള്ള ആദ്യത്തേത്. സോ അത് പറയണത് ഫസ്റ്റ് നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ്. നോൺ സെല്ലുലാർ ഫോംസ് ഓഫ് ലൈഫ് ഒറിജിനേറ്റ് ചെയ്ത് 3 ബില്യൺ ഇയേഴ്സ് എഗോ. 3 ബില്യൺ ഇയേഴ്സ് എഗോ ആണ് നോൺ സെല്ലുലാർ ലൈഫ് ആദ്യമായിട്ട് ഒറിജിനേറ്റ് ചെയ്ത്. നോൺ സെല്ലുലാർ പിന്നീടാണ് സെല്ലുലാർ ഫോമിലേക്ക് എത്തിയത്. അപ്പോൾ നമ്മുടെ SL മില്ലർ, യൂറിൽ മില്ലർ എക്സ്പെരിമെൻറ്റിലെ SL മില്ലർ, അതുപോലെ വേറെ കുറേ സയൻറ്റിസ്റ്റൊക്കെ പ്രീബയോട്ടിക് മോളിക്യൂൾസുകൾ, പ്രീ എന്ന് പറഞ്ഞാൽ മുൻപ് ഫോം ചെയ്ത ബയോളജിക്കലായിട്ടുള്ള മോളിക്യൂൾസിനെ പറ്റി ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. എന്താണ് പ്രീബയോട്ടിക് മോളിക്യൂൾസുകൾ എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്രീബയോട്ടിക് മോളിക്യൂൾസ് അന്നത്തെ കാലത്ത് എർത്തിൽ എങ്ങനെയാണ് ഒറിജിനേറ്റ് ചെയ്തിട്ടുണ്ടാവുക, ആ ഒരു പ്രിമിറ്റീവ് എർത്തിൽ അവിടെ കാണാൻ സാധ്യതയുള്ള ആ മോളിക്യൂൾസുകളെയാണ് പ്രീബയോട്ടിക് മോളിക്യൂൾസ്. അവരെങ്ങനെയായിരിക്കും ഫോം ചെയ്തതെന്നുള്ളത് ഡെമോൺസ്ട്രേറ്റ് ചെയ്തു. സോ അതിന് ഒപ്പാരിൻ അതുപോലെ സിഡ്നി ഫോക്സ് 2 സയൻറ്റിസ്റ്റുകളാണ്. അവർ രണ്ടുപേരും സെപ്പറേറ്റ് ആയിട്ട് ഈ പ്രീബയോട്ടിക് മോളിക്യൂൾസുകൾ എങ്ങനെയാണ് ഫോം ചെയ്തതെന്ന് അവർ എക്സ്പെരിമെൻ്റ് പോലെ തെളിയിച്ചു. സോ അവർ പറയുന്നത് ഒപ്പാരിൻ ആൻഡ് സിഡ്നി ഫോക്സ് എന്ത് ചെയ്തു, അവർ പ്രൊപ്പോസ് ചെയ്യണത് കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ, നമ്മുടെ പ്രിമിറ്റീവ് എർത്തിൽ നമ്മൾ പറഞ്ഞ സിമ്പിളായിട്ടുള്ള ഓർഗാനിക് കോമ്പൗണ്ടുകളായിരുന്നു. പിന്നീട് അത് കമ്പൈൻഡ് ആൻഡ് റീകമ്പൈൻഡ് കഴിഞ്ഞ് നമ്മുടെ ഒപ്പാരിൻ ഹാൽഡൈൻ തിയറി പറയുന്ന പോലെ, നമ്മുടെ SL മില്ലർ എക്സ്പെരിമെൻറ്റിൽ പറഞ്ഞ പോലെ അത് എന്തായി, പിന്നീട് പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന അവർ സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ എന്തായി, കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകളായിട്ട് മാറി. ആ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകൾ പ്രിമിറ്റീവ് എർത്തിലുണ്ടായിരുന്ന എക്യുമുലേറ്റഡ് ആയി കിടന്നു. കാരണം അവരുടെ ഇടയിലെ ഇൻ്റർ മോളിക്കുലാർ അട്രാക്ഷൻ. സോ ഇതൊക്കെ വാട്ടറിലാണ് നടക്കുന്നത്. സോ അവിടെ എന്താണ്, ഈ പ്രിമിറ്റീവ് എർത്തിൽ ഫോം ചെയ്ത, സിമ്പിളിൽ നിന്ന് ഫോം ചെയ്ത കോംപ്ലക്സ് ആയിട്ടുള്ള ഓർഗാനിക് മോളിക്യൂളുകൾ, അതായത് നമ്മുടെ പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ന്യൂക്ലിക് ആസിഡ് ആയിട്ടുള്ള RNA, അങ്ങനത്തെ ഈ ഓർഗാനിക് മോളിക്യൂൾ, കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകൾ എക്യുമുലേറ്റഡ് ആവാൻ തുടങ്ങി. അവർ ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ വഴി എക്യുമുലേറ്റഡ് ആവാൻ തുടങ്ങി. അതിനുശേഷം അവർ തമ്മിൽ എക്യുമുലേറ്റഡ് ആയിട്ട്, ഏതൊക്കെ നമ്മുടെ ആ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായ പ്രോട്ടീൻ, പോളിസാക്കറൈഡ്, ഫാറ്റ്സ്, ന്യൂക്ലിക് ആസിഡുകളായ RNA, അതൊക്കെ എക്യുമുലേറ്റഡ് ആയി ഇൻ്റർമോളിക്കുലാർ അട്രാക്ഷൻ വഴി അവരെന്തായി മാറി, ലാർജ് ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റുകളായിട്ട് മാറി. അവർ എക്യുമുലേറ്റഡ് ആയി തമ്മിൽ അട്രാക്ഷനോട് കൂടി ഇൻ്റർമോളിക്കുലർ അട്രാക്ഷൻ്റെ ഭാഗമായി അവർ വലിയ ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റ് പോലെ ഫോം ചെയ്തു. വലിയ അഗ്രിഗേറ്റുകൾ, അത് ക്യാപ്സ്യൂൾ പോലെയുള്ള അഗ്രിഗേറ്റ് ലൈക്ക് സ്ട്രക്ചറായിട്ട് മാറി. അതുമാത്രമല്ല, ആ ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റ് സ്ട്രക്ചറിൻ്റെ ഉള്ളിൽ സെൻറ്ററിൽ സെൽഫ് റെപ്ലിക്കേറ്റിംഗ് മോളിക്യൂളുകൾ ഉണ്ടായി. അതായത് ഒരു ജനറ്റിക് മെറ്റീരിയൽ പോലെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ഒരു മോളിക്യൂളുകളും ഈ പറഞ്ഞ അഗ്രിഗേറ്റുകളുടെ ഉള്ളിൽ സെൻറ്ററിൽ ഉണ്ടായിരുന്നു. ഇനി ഈ പറഞ്ഞ ലാർജ് ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റ് എന്ന് പറയുന്നത് ജയൻറ്റ് മോളിക്യൂളാണ്, വലിയ മോളിക്യൂളുകൾ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ RNA, പ്രോട്ടീൻ, പോളിസാക്കറൈഡ് പോലെയുള്ള ജയൻറ്റ് മോളിക്യൂളുകളാണ് ഫോം ചെയ്തത്. ഈ കോംപ്ലക്സ് ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ നിന്ന് ജയൻറ്റ് മോളിക്യൂളുകൾ ഫോം ചെയ്തു. അത് അവർ തമ്മിലുള്ള ഇൻ്റർ മോളിക്കുലാർ അട്രാക്ഷൻ കാരണം ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റുകൾ ഫോം ചെയ്തു. എന്നാൽ ഈ പറഞ്ഞ ജയൻറ്റ് മോളിക്യൂൾ അല്ലെങ്കിൽ അഗ്രിഗേറ്റുകൾ ഹൈ ടെമ്പറേച്ചറാണ്. അപ്പോഴത്തെ ആ പ്രിവെയിലിംഗ് എർത്തിലുണ്ടായിരുന്ന ഒരു ടെമ്പറേച്ചർ ഹൈ ടെമ്പറേച്ചറാണ്. ദേ ഓൾട്ടേഡ് പ്രീബയോട്ടിക് മോളിക്യൂൾസ്. ഇങ്ങനെയാണ് പ്രീബയോട്ടിക് മോളിക്യൂൾസ് ഫോം ചെയ്തതെന്ന് അവർ പറഞ്ഞു. ബട്ട് ഈ പ്രീബയോട്ടിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ഓൾട്ടേഡ് ആവാൻ തുടങ്ങി, ചേഞ്ച് ചെയ്യാൻ തുടങ്ങി, കണ്ടിന്യൂസ് ആയിട്ട് ചേഞ്ച് ആവാൻ തുടങ്ങി. കാരണം അവിടുത്തെ ഹൈ ടെമ്പറേച്ചർ, അന്നത്തെ എർത്തിലുണ്ടായിരുന്ന ഹൈ ടെമ്പറേച്ചർ കാരണം ഈ പ്രീബയോട്ടിക് മോളിക്യൂൾസിൻ്റെ സ്ട്രക്ചർ ചേഞ്ച് ആവാൻ തുടങ്ങി. പിന്നീട് ഇതെങ്ങനെയായിരിക്കും ആ ഒരു പ്രിമിറ്റീവ് എർത്തിൽ ആദ്യത്തെ ഇതുപോലത്തെ സെൽഫ് റെപ്ലിക്കേറ്റ് ചെയ്യാൻ കഴിവുള്ള ലൈഫിനെ സപ്പോർട്ട് ചെയ്യണ ഇത് ഫോം ചെയ്തതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ആർട്ടിഫിഷ്യലി ഇവർ പ്രൊഡ്യൂസ് ചെയ്തു.
നമ്മുടെ SL മില്ലർ എങ്ങനെയാണ് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ അല്ലെങ്കിൽ ആദ്യത്തേത് ഫോം ചെയ്തതെന്ന് എക്സ്പെരിമെൻറ്റ് നടത്തിയ പോലെ വേറെ ഇത് ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്തു. ഈ പ്രീബയോട്ടിക് ആയിട്ടുള്ള ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളെ നമ്മളിവിടെ പറഞ്ഞ ലാർജ് ക്യാപ്സ്യൂൾ ലൈക്ക് അഗ്രിഗേറ്റുകൾ അല്ലെ അതവരെയാണ് നമ്മൾ പ്രീബയോട്ടിക് മോളിക്യൂൾ എന്ന് പറയുന്നത്. അതിനെ അവർ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്തു. അന്ന് ഉണ്ടായി എന്ന് പറയപ്പെടുന്ന അത് വെച്ചിട്ട് നമ്മുടെ SL മില്ലറിൽ നമുക്ക് സിമ്പിൾ ഓർഗാനിക് കോമ്പൗണ്ടുകൾ കിട്ടി. അതിൽ നിന്ന് അവരെന്ത് ചെയ്തു, പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളെ അവരെന്ത് ചെയ്തു, ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്തു. നമ്മുടെ സിഡ്നി ഒപ്പാരിൻ ആൻഡ് സിഡ്നി അവരെന്ത് ചെയ്തു, ഈ പറഞ്ഞ പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളെ ആർട്ടിഫിഷ്യലി കൃത്രിമമായി അവരെ പ്രൊഡ്യൂസ് ചെയ്തു, സിന്തസൈസ് ചെയ്തെടുത്തു. അവരെ വിളിക്കുന്ന പേരാണ് പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറിനെ വിളിക്കുന്ന പേരാണ് പ്രോട്ടോബയോണ്ട് അല്ലെങ്കിൽ ഇയോബയോണ്ട്. പ്രോട്ടോബയോണ്ടുകൾ എന്ന് പറയുന്നത് പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളാണ്. ആർട്ടിഫിഷ്യലി സിഡ്നി ഫോക്സ് സിന്തസൈസ് ചെയ്തതാണ്, ക്രിയേറ്റ് ചെയ്തെടുത്തതാണ്. ആ പ്രോട്ടോബയോണ്ടുകൾ 2 ടൈപ്പ്, കൊയാസർവേറ്റ് ആൻഡ് മൈക്രോസ്ഫിയർ. ഈ പറഞ്ഞ ഒപ്പാരിനും സിഡ്നിയും 2 പേര് 2 തരത്തിലുള്ള ഈ പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളായ നമ്മുടെ പ്രോട്ടോബയോണ്ടുകളെ പ്രൊഡ്യൂസ് ചെയ്തു, കൊയാസർവേറ്റ് ആൻഡ് മൈക്രോസ്ഫിയർ. ഈ കൊയാസർവേറ്റ് ആൻഡ് മൈക്രോസ്ഫിയർ ഒപ്പാരിനാണ് കൊയാസർവേറ്റിനെ സിന്തസൈസ് ചെയ്തെടുത്തത് ആർട്ടിഫിഷ്യലി. അദ്ദേഹം എന്താണ് ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ ആ ഓർഗാനിക് കോമ്പൗണ്ടുകളിൽ ആ ജൈൻ മോളിക്യൂളിൽ പ്രോട്ടീനുകളുണ്ടായിരുന്നു, വലിയ പ്രോട്ടീനുകളും ആ പ്രോട്ടീനെയും പോളിസാക്രൈഡിനെയും നമ്മൾ മിക്സ് ചെയ്തു. സോ മിക്സ്ചർ ഓഫ് ലാർജ് പ്രോട്ടീൻ ആൻഡ് പോളിസാക്രൈഡുകളെ മിക്സ് ചെയ്തിട്ട് അവരെ ഷേക്ക് ചെയ്തു. സോ പ്രോട്ടീനെയും പോളിസാക്രൈഡിൻ്റെയും ആ കോമ്പിനേഷനെ ഷേക്ക് ചെയ്തു. ഷേക്ക് ചെയ്തപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കൊളോയിഡൽ ആയിട്ടുള്ള സെല്ല് പോലത്തെ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളുകളായിരുന്നു. ആ കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂളാണ് നമ്മൾ പറയുന്ന പ്രോട്ടോബയോണ്ടായിട്ടുള്ള കൊയാസർവേറ്റ് എന്ന് പറയുന്നത്. നമ്മുടെ ഒപ്പാരിൻ ക്രിയേറ്റ് ചെയ്ത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തെടുത്തത്. ഈ ഉണ്ടായ കൊയാസർവേറ്റിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവർ ഒരു എൻവയോൺമെൻറ്റിൽ എന്താണ് അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നത് അതിനെ അബ്സോർബ് ചെയ്ത് വളരാൻ തുടങ്ങി. ഒരു ബാക്ടീരിയനെ പോലെ അവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി, ബഡ്ഡിങ് പോലെ എന്തെങ്കിലും മെത്തേഡ് വഴി അവർ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് അവരുടെ ബോഡിയിൽ സിമ്പിൾ മെറ്റബോളിസം ഒക്കെ ഫോളോ ചെയ്യാൻ തുടങ്ങി. അവരുടെ ബോഡിയിൽ ഷുഗറിൻ്റെ ഡീകമ്പോസിഷൻ അങ്ങനെയൊക്കെ ഈ കൊയാസർവേറ്റിൻ്റെ ഉള്ളിൽ നടക്കാൻ തുടങ്ങി. സോ ഒരു ലൈഫ് പോലുള്ള ഓർഗാനിസത്തിലേക്കുള്ള ഒരു കാൽവയ്പ്പായിരുന്നു അത്. അങ്ങനെ ആയിരിക്കും അത് നടന്നിരുന്നത് തെളിയിക്കാനായിട്ട് കൊയാസർവേറ്റ്. പിന്നീട് നമ്മുടെ സിഡ്നി ഫോക്സ് ക്രിയേറ്റ് ചെയ്തതാണ്, അദ്ദേഹം സ്വന്തമായിട്ട് ക്രിയേറ്റ് ചെയ്ത പ്രോട്ടോബയോൺ അല്ലെങ്കിൽ പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറുകളാണ് മൈക്രോസ്ഫിയർ. മൈക്രോസ്ഫിയറും ഇതുപോലെ തന്നെ അദ്ദേഹം ഇതുപോലെ ഒരു ഡ്രൈ അമിനോ ആസിഡിൻ്റെ മിക്സ്ചർ എടുത്ത് അമിനോ ആസിഡിൻ്റെ ഡ്രൈ മിക്സ്ചർ എടുത്തിട്ട് ഹീറ്റ് ചെയ്യാൻ തുടങ്ങി. ഡ്രൈ അമിനോ ആസിഡ് 130 to 180 ഡിഗ്രി സെൽഷ്യസിൽ ഈ അമിനോ ആസിഡിനെ ഹീറ്റ് ചെയ്തു. അതിനുശേഷം അതിനെ കൂൾ ചെയ്തു, വാട്ടർ ആഡ് ചെയ്തിട്ട് കൂൾ ചെയ്തു. സോ ഹീറ്റിങ്ങും കൂളിങ്ങും അമിനോ ആസിഡിനെ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയത് ഒരു കോക്കസ് ഷേപ്പുള്ള ബാക്ടീരിയ, കൊക്കോയിഡ് ബാക്ടീരിയനാണ് കിട്ടിയത്. അതൊരു 1 to 2 മൈക്രോമീറ്റർ ആ ഷേപ്പ് ബാക്ടീരിയയുടെ ഷേപ്പുള്ള ഒരു സ്ട്രക്ചർ കിട്ടി. അതാണ് മൈക്രോസ്ഫിയർ എന്ന് പേരിട്ടത്. സോ ഒരു കോക്കോയിഡ് ബാക്ടീരിയയുടെ ഷേപ്പുള്ള 1 to 2 മൈക്രോമീറ്റർ ഷേപ്പുള്ള സൈസുള്ള ബാക്ടീരിയ ലൈക്ക് സ്ട്രക്ചറുള്ള ഒരു മൈക്രോസ്ഫിയർ കിട്ടി. അതാണ് പ്രീബയോട്ടിക് ആയിട്ടുള്ള നമ്മുടെ പ്രോട്ടോബയോണ്ട്. അതും ഇതുപോലെ തന്നെ ഡിവൈഡ് ചെയ്യാൻ തുടങ്ങി, വളരാൻ നോക്കണം, ബാക്ടീരിയയുടെ പോലത്തെ ചെറിയ ചെറിയ ഫീച്ചേഴ്സൊക്കെ കാണിച്ചു. സോ ഇതൊക്കെയാണ് നമ്മൾ ഫോം ചെയ്ത ആദ്യത്തെ ലിവിങ് സെല്ല് എന്ന് പറയുന്നത്, പ്രീ സെൽ. ആദ്യത്തെ ലിവിങ് സെല്ലിനെയാണ് പ്രീ സെൽ എന്ന് പറയുന്നത്. അവരുടെ ഉള്ളിൽ ഈ റെപ്ലിക്കേറ്റിംഗ് മെറ്റീരിയലായിട്ട് RNA ആയിരുന്നു ഉണ്ടായിരുന്നത്. ഫസ്റ്റ് റെപ്ലിക്കേറ്റിംഗ് മെറ്റീരിയൽ RNA ആണ്. സോ ഈ RNAയിൽ നിന്നാണ് പിന്നീട് DNA ഇവോൾവ് ചെയ്ത് വന്നത്. സോ ഈ ആർട്ടിഫിഷ്യലി പ്രൊഡ്യൂസ് ചെയ്ത കൊയാസർവേറ്റ് ആൻഡ് മൈക്രോസ്ഫിയർ പോലെയുള്ള പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ എന്ന് പറയപ്പെടുന്ന പ്രോട്ടോബയോണ്ടുകൾ, ഈ പ്രോട്ടോബയോണ്ടുകൾ നമുക്ക് എന്ത് കാണിച്ചു തരുന്നു? എവിഡൻസസ് ഓഫ് ആൻസെസ്റ്റേഴ്സ് ഓഫ് ദ ഫസ്റ്റ് പ്രിമിറ്റീവ് സെൽ. എങ്ങനെയായിരിക്കും ആദ്യത്തെ സെല്ല് ഫോം ചെയ്തത് എന്നുള്ളതിൻ്റെ എവിഡൻസുകളാണ് ഈ പറഞ്ഞ പ്രോട്ടോബയോണ്ടുകളായ കൊയാസർവേറ്റും മൈക്രോസ്ഫിയറും. ഇത് രണ്ടും ആർട്ടിഫിഷ്യലി ഒപ്പാരിനും സിഡ്നി ഫോക്സും സിന്തസൈസ് ചെയ്തെടുത്തതാണ്. അത് ആൻസെസ്റ്റേഴ്സ്, പ്രിമിറ്റീവ് സെല്ലിൻ്റെ ആൻസെസ്റ്റേഴ്സ്, ആദ്യം ഫോം ചെയ്യുന്ന പ്രിമിറ്റീവ് സെല്ലിൻ്റെ ആൻസെസ്റ്റർ എങ്ങനെയായിരിക്കും എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മുടെ പ്രോട്ടോബയോണ്ട്, അതായത് പ്രീബയോട്ടിക് ക്യാപ്സ്യൂളുകൾ. ഇനി ഈ പറഞ്ഞ പ്രീബയോട്ടിക് ക്യാപ്സ്യൂളുകളായ ഈ പറഞ്ഞ പ്രിമിറ്റീവ് സെല്ലിൽ നിന്ന് പിന്നീട് എന്ത് ചെയ്തു?
ഫ്രം നോൺ ലിവിങ് ക്യാപ്സ്യൂൾ, ഈ പറഞ്ഞ നോൺ ലിവിങ് ക്യാപ്സ്യൂൾ, പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ അഥവാ പ്രോട്ടോബയോൺ കൊയോസൈറ്റ് മൈക്രോസ്ഫിയറിൽ നിന്ന് നോൺ ലിവിങ് ക്യാപ്സ്യൂൾ ഫോംസുകളിൽ നിന്ന് വളരെ പതുക്കെ സ്ലോലി എവല്യൂഷൻ വഴി ഫസ്റ്റ് ഫോം ഓഫ് ലൈഫ് ഇവോൾവ് ചെയ്തു വന്നു. ആദ്യത്തെ ലൈഫ് ഇവോൾവ് ചെയ്ത് വന്നത് ഈ പറഞ്ഞ പ്രീബയോട്ടിക് ക്യാപ്സ്യൂൾ ലൈക്ക് സ്ട്രക്ചറിൽ നിന്നാണ്. ആ നോൺ ലിവിങ് ക്യാപ്സ്യൂൾ ഫോംസിൽ നിന്ന് സ്ലോലി ഇവല്യൂഷൻ വഴി എന്ത് ചെയ്തു? ഫസ്റ്റ് ഫോം ഓഫ് ആദ്യത്തെ ലൈഫിൻ്റെ ഫോം ഒറിജിനേറ്റ് ചെയ്തു. അപ്പോൾ നോക്കുകയാണെങ്കിൽ RNA ആയിരുന്നു ആദ്യത്തെ റെപ്ലിക്കേറ്റിംഗ് മെറ്റീരിയൽ. പിന്നീടാണ് RNA DNA ആയിട്ട് ഇവോൾവ് ചെയ്തത് കോംപ്ലക്സിറ്റി ആണ്. സോ എൻസൈം ആക്ടിവിറ്റി ഒക്കെ RNAക്ക് ഉണ്ടായിരുന്നു. ഈ എൻസൈം ആക്ടിവിറ്റി കാണിച്ചിരുന്നവരൊക്കെ എന്താണ്? പ്രോട്ടീനുകളായിരുന്നു. സോ പ്രോട്ടീനുകൾക്ക് തന്നെയാണ് നമ്മൾ പറഞ്ഞ എൻസൈമാറ്റിക് നേച്ചർ. സോ അന്ന് ഈ പറഞ്ഞ RNAക്ക് തന്നെ എല്ലാ എബിലിറ്റിയും ഉണ്ടായിരുന്നു. സോ RNA ജനറ്റിക് മെറ്റീരിയലായിട്ടും അല്ലെങ്കിൽ ആ ഒരു റെപ്ലിക്കേറ്റിംഗ് കപ്പാസിറ്റിയുള്ള ലൈഫ് ഫോംസുകളാണ് ആദ്യം ഇവോൾവ് ഉണ്ടായതെന്ന് പറയപ്പെടുന്നു. അങ്ങനെ ഏത് തന്നെ ആയിക്കോട്ടെ, എല്ലാ ലൈഫ് ഫോംസും ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? വാട്ടറിൽ തന്നെയാണ്. സോ ലൈഫ് ഫോംസ് എല്ലാം ഒറിജിനേറ്റ് ചെയ്തത് നമ്മൾ പറഞ്ഞ ഓഷ്യനിലാണ് ആദ്യത്തെ സിമ്പിൾ ഓർഗാനിക് മോളിക്യൂളുകൾ ഉണ്ടായത്. സോ ലൈഫ് ഒറിജിനേറ്റ് ചെയ്തത് എവിടെയാണ്? ആ ഓർഗാനിക് മോളിക്യൂളുകളിൽ നിന്നാണ് കോംപ്ലക്സ് ഓർഗാനിക് മോളിക്യൂൾ ഉണ്ടായി. അവർ തമ്മിൽ കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ പറഞ്ഞ പ്രീബയോട്ടിക് മോളിക്യൂൾസുകൾ ഉണ്ടായി. അവർ ആർട്ടിഫിഷ്യലി സിന്തസൈസ് ചെയ്ത എക്സാമ്പിളുകളാണ് കോയസർവേറ്റ് ആൻഡ് മൈക്രോസ്ഫിയർ. അവർ തന്നെയാണ് നമ്മുടെ ആദ്യത്തെ സെല്ല് ഫോം ചെയ്തതിനുള്ള ആൻസസ്റ്ററിനുള്ള എവിഡൻസ് തരുന്നത്. അതിൽ നിന്ന് സ്ലോലി ഇവല്യൂഷൻ കഴിഞ്ഞിട്ടാണ് ആദ്യത്തെ ലൈഫിൻ്റെ ഫോമുകൾ പ്രൊഡ്യൂസ് ചെയ്തത്. സോ എല്ലാ ലൈഫും ജീവൻ ആദ്യം ഉണ്ടായത് എവിടെയാണ്? വാട്ടറിലാണ്. സോ വാട്ടറാണ് ഒറിജിൻ ഓഫ് ലൈഫിന് ഏറ്റവും നല്ലൊരു മീഡിയ എന്ന് പറയുന്നത് വാട്ടറിലാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് ചൊവ്വയിൽ അവിടെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ട് എന്ന് കണ്ടുപിടിച്ചത്. പ്രസൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണോ? അത് ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ അവിടെ ലൈഫ് ഫോം ചെയ്യാനുള്ള സാധ്യതകളുണ്ട്. സോ എവിടെയൊക്കെ വാട്ടറിൻ്റെ പ്രസൻസ് ഉണ്ടോ, വേറെ ഏതൊക്കെ സ്പേസിൽ എവിടെയൊക്കെ പ്ലാനറ്റുകളുണ്ട്, അവിടെയൊക്കെ ലൈഫ് ഫോം ചെയ്യാനുള്ള ഒരു പോസിബിലിറ്റിയാണ്. സോ ലൈഫ് ഫോം ചെയ്യാനുള്ള ആദ്യത്തെ പോസിബിലിറ്റിയാണ് പ്രസൻസ് ഓഫ് വാട്ടർ. വാട്ടറാണ് ലൈഫ്, ഒറിജിൻ ഓഫ് ലൈഫിന് ഏറ്റവും നല്ലൊരു മീഡിയയാണ് വാട്ടർ. സോ ഈ പറഞ്ഞ റിയാക്ഷൻസ്, ഈ ചേഞ്ചുകളൊക്കെ, എല്ലാ കെമിക്കൽ ചേഞ്ചസുകളും പറയുന്നത് ലൈഫ് എങ്ങനെയാണ് ഫോം ചെയ്യുന്നത്. സോ ത്രൂ ഡിഫറെൻറ്റ് കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ്, സീരീസ് ഓഫ് പ്രോഗ്രസീവായിട്ടുള്ള കെമിക്കൽ റിയാക്ഷൻസിലൂടെയാണ് ലൈഫ് ഫോം ചെയ്തത്, അതായത് ഒറിജിൻ ഓഫ് ലൈഫ് ഫോം ചെയ്തത്. അതുകൊണ്ട് ഇതിനെ കെമിക്കൽ ഇവല്യൂഷൻ അല്ലെങ്കിൽ ബയോ കെമിക്കൽ ഇവല്യൂഷൻ എന്ന് പറയുന്നു. ഇപ്പോൾ നമ്മൾ അതിനെ ബയോ കെമിക്കൽ ഇവല്യൂഷൻ അഥവാ ഓർഗാനിക് ഇവല്യൂഷൻ എന്ന് പറയുന്നു. ഇങ്ങനെ ഈ ഓർഗാനിക് ഇവല്യൂഷൻ അല്ലെങ്കിൽ നമ്മുടെ ബയോ കെമിക്കൽ ഇവല്യൂഷൻ നമ്മുടെ SL മില്ലർ അത് എക്സ്പെരിമെൻ്റലി പ്രൂവ് ചെയ്തതോടുകൂടി മോർ ഓർ ലെസ് എല്ലാവരും ഇങ്ങനെ തന്നെയാണ് ലൈഫ് ഫോം ചെയ്തതെന്ന് അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി.